ഒരു പേനയും പേപ്പറും എൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഞാനതിൽ എൻ്റെ ഫ്ലൂട്ടിൻ്റെ പടം വരച്ചു. അതിനെ ഓരോ ഹോളുകളായി എഴുതി വരച്ചു, പൂർത്തീകരിച്ചു. പ്രാർത്ഥന ശേഷം ഞാനിത് പൂർത്തീകരിച്ച് എഴുതി കഴിഞ്ഞപ്പോൾ അതിലെല്ലാ നോട്ടും എൻ്റെ കർത്താവ് എനിക്ക് തന്നു. ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ പഠിപ്പിച്ചത് എൻ്റെ കർത്താവാണ്. എന്നെ ഫ്ലൂട്ട് പഠിപ്പിച്ചത് എൻ്റെ കർത്താവാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് നിങ്ങളുടെ മുൻപാകെ ഒരു സാക്ഷിയായി നിൽപ്പാൻ സ്വർഗ്ഗത്തിൽ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്ക് സ്തോത്രം ചെയ്യുന്നു. അതിനെനിക്ക് അവസരം തന്നത് ഈ സഭയിലെ ദൈവദാസനായ പ്രിയ അനീഷ് മാസ്റ്ററാണ്. എന്നെ ഇവിടെ ക്ഷണിച്ചത് ജോർജീഷ് ബ്രദറാണ്. എനിക്ക് യാതൊരു പരിചയവുമില്ല ഈ പാസ്റ്ററുമായിട്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നോട് സാക്ഷ്യത്തിലൊരു ഗാനം ആലപിപ്പാൻ എന്നോട് ആവശ്യപ്പെട്ടു. അതിന് പ്രകാരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എൻ്റെ സാക്ഷ്യം 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇതിനകത്ത് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ പുറകിലത്തൊരു കാലഘട്ടം ഞാൻ ഓർക്കുന്നു. ഞാൻ വന്ന വഴികൾ, എൻ്റെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ച വഴികളെ ഞാൻ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. ജീവിതത്തിൻ്റെ ഒരു മേഖലകളിൽ എത്താൻ പറ്റാത്തൊരു സാഹചര്യം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും ലൈഫിൻ്റെ നല്ലൊരു കാലഘട്ടം, എന്ത് ഭാവി ഉണ്ടാകുമെന്ന് കരുതിയൊരു ജീവിത സമയം എനിക്കുണ്ടായിരുന്നു. അന്ന് ഏതു മേഖലയിലും പോയാലും വിജയിക്കാത്തൊരു നാളുകൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. ചെയ്യാത്ത ജോലികളൊന്നുമില്ല, എടുത്തു പറയുന്നില്ലെങ്കിലും കഴിവോളം എല്ലാ ജോലികളും ഞാൻ ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും എനിക്കൊരു വിജയം കാണാൻ സാധിച്ചില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ അപ്പനെ കാണാൻ, എൻ്റെ അപ്പനൊരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. വീട്ടിൽ വരുന്നവരുടെ മുൻപാകെ ഞാൻ വീട്ടിനകത്ത് ഒളിച്ചിരിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ചേച്ചിക്ക് ചെറിയൊരു ജോലിയുണ്ട്. എൻ്റെ കാര്യം ചോദിച്ചാൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് ഒളിച്ച് റൂമിനകത്തും കട്ടിലിനകത്തും വരെ ഒളിച്ചിരുന്ന നിമിഷങ്ങൾ ഞാൻ ഇന്ന് പകൽക്കാലം ഓർക്കുകയാണ്. ഇന്ന് അപ്പൻ നിത്യതയിലാണ്. താൻ യേശുവിനെ അറിയേണ്ട സമയത്ത് അറിഞ്ഞില്ല എങ്കിലും അവസാനം താൻ ഒരു ക്യാൻസർ ബാധിതനായി. തന്നെ രോഗിയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ഒരുപാട് പ്രാർത്ഥന എൻ്റെ ലൈഫിൽ ആരംഭിച്ച സമയം മുതൽ ഏകദേശം 15 വർഷമാണ് ഞാൻ എൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൻ്റെ നിത്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. ഒരു ദിവസം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ തൊട്ടു. താൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും എൻ്റെ ദേശത്ത് ഒരു കല്യാണം പോലെ ഒരു കൂട്ടം ജനത്തിൻ്റെ മധ്യേ നെയ്യാഡാമിനകത്ത് സ്നാനപ്പെട്ട് നിത്യതയിൽ ഇന്ന് വിശ്രമിക്കുമ്പോൾ തൻ്റെ മകൻ യേശുവിനായി ചേരുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ വേഗത്തിൽ പറയട്ടെ. 2018 ഏപ്രിൽ 13 എൻ്റെ അപ്പൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവസാന സമയങ്ങൾ ഒരുപാട് ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതെൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്നാൽ ആ 13 രാത്രി, അന്നത്തെ ദിവസം കുഴപ്പമില്ല, പക്ഷേ 14 എൻ്റെ ജീവിതത്തിൽ വലിയ മറക്കാനാവാത്ത നിമിഷങ്ങളായിരുന്നു. ഇന്ന് വരെ ഞാൻ യേശുവിനെ കണ്ടത് ഒരു യേശു മാത്രമായിട്ടായിരുന്നു. ഒരു കർത്താവായി മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവത്തിനെ കണ്ടത്. എന്നാൽ ആ രാത്രി യേശുവിൻ്റെ പേര് മാറി. എന്താണെന്നല്ലേ, അന്ന് രാത്രി ഞാൻ ഏക പ്രാർത്ഥന മുറിയിലിരിക്കുമ്പോൾ അപ്പൻ്റെ വേർപാടിൽ ഓർത്ത് ഞാൻ എൻ്റെ ജീവിതത്തെ ഓർത്ത് ഞാനൊരു തണലായത് എൻ്റെ അപ്പൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയായിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവ സാന്നിധ്യം എൻ്റെ മേൽ വന്നു. വലിയ സമാധാനം, ഉയരത്തുന്ന ഒരു അലങ്കാരം എന്നെ തൊട്ടു. അന്ന് എനിക്ക് മനസ്സിലായി അത് യേശുവല്ല, അതെൻ്റെ അപ്പനായിരുന്നുവെന്ന്. ആ നിമിഷം മുതൽ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്ന നിമിഷം വരെയും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ ദൈവം എന്നോട് കൂടിരുന്നു. ഈ സാക്ഷി ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒറ്റപ്പെട്ടവരായി നഷ്ടപ്പെട്ടവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ചുറ്റും ഒരുപാട് പേരുള്ളപ്പോൾ നിങ്ങൾ കർത്താവിനെ യഥാർത്ഥമായി അറിയത്തില്ല. പക്ഷേ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഓർത്തുകൊള്ളുക,
കരുതുവാൻ ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ നോർത്ത് ഇന്ത്യ പ്രദേശങ്ങളിലൊക്കെ ഏകദേശം 8 സംസ്ഥാനങ്ങളോട് കടന്നുപോയി ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിയിലേക്ക് കടന്നുപോകാൻ ദൈവം സഹായിച്ചു. ഒട്ടനവധി സ്റ്റേറ്റുകൾ കടന്നുപോയി ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിപ്പാൻ ദൈവം സഹായിച്ചു. ഞാൻ ഈ ഫ്ലൂട്ട് വായിക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്നത്, ബ്രദർ ഇതെങ്ങനെ പഠിച്ചെന്നാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെ, എവിടെ നിന്ന് പഠിച്ചു, എപ്പോൾ പഠിച്ചു എന്നൊക്കെയാണ്. ഞാൻ ഇനി അതാണ് പറയാൻ വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കിതൊരു സത്യമാണെന്ന് പോലും നിങ്ങൾ തോന്നിപ്പോകും. പക്ഷേ എൻ്റെ സാക്ഷി എനിക്കല്ലേ ഉള്ളൂ. ഞാൻ അവരോട് ആരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞാൽ പഠിച്ചിട്ടില്ല എന്ന് മാത്രമേ പറയൂ. പക്ഷേ ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു അവസരം എൻ്റെ ലൈഫിൽ വന്ന് ഞാൻ എനിക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. ഈ ദേശത്ത് തന്നെ ഹൈമ പറഞ്ഞ ഒരു ടീമിൻ്റെ പ്രവർത്തനമായി 2019 ഞാനൊരു കൺവെൻഷനോട് വന്നു. ആദ്യമായിട്ട് ഫ്ലൂട്ട് വായിച്ചു. അതിൻ്റെ സ്കെയിലുകളും മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഉള്ളതുപോലെ വായിച്ചു. അന്ന് വായിക്കാൻ പ്രിയ ആരോണ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആരോണ എനിക്ക് പരിചയമില്ല എന്നൊന്നും. അന്ന് പേടിച്ച് വല്ലവിധേയം വായിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോൾ വീണ്ടും എനിക്കൊരു കോള് വന്നു. അടുത്തൊരു കൺവെൻഷനിലേക്ക് ദൂരോട്ടൊക്കെ എന്നെ ക്ഷണിച്ചു. ഞാൻ വളരെ ഭയപ്പെട്ടു. അന്ന് ഞാൻ വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു. വിവാഹം കഴിഞ്ഞുള്ള വർഷങ്ങളായിരുന്നു അതൊക്കെ. അത് ഞാൻ വളരെ ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ കരയുവാൻ പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീർന്നു. അന്നും ഞാൻ ഓർക്കുന്നു എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ, ദൈവമേ ഞാനിനി ഇങ്ങനെയൊക്കെ ക്ഷണിച്ചാൽ ഞാൻ എവിടെ പോകും, എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെട്ട് ദൈവസ്ഥലം ഇരിക്കുമ്പോൾ ഒരു പേനയും പേപ്പറും എൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഞാനതിൽ എൻ്റെ ഫ്ലൂട്ടിൻ്റെ പടം വരച്ചു. അതിനെ ഓരോ ഹോളുകളായി എഴുതി വരച്ചു പൂർത്തീകരിച്ചു. പ്രാർത്ഥന ശേഷം ഞാനിത് പൂർത്തീകരിച്ച് എഴുതി കഴിഞ്ഞപ്പോൾ അതിലെല്ലാ നോട്ടും എൻ്റെ കർത്താവ് എനിക്ക് തന്നു. ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ പഠിപ്പിച്ചത് എൻ്റെ കർത്താവാണ്. എന്നെ ഫ്ലൂട്ട് പഠിപ്പിച്ചത് എൻ്റെ കർത്താവാണ്. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ചോദിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റിജാസ്, അദ്ദേഹം കോട്ടൂർ താമസിക്കുന്നത്. അവൻ എന്നോട് ചോദിച്ചു, അനൂപ് നീ ഇതിനകത്ത് ഒതുങ്ങിയാൽ നീ ഒതുങ്ങിപ്പോകും, നീ പുറത്തു വരണം, നിന്റെ കഴിവ് പുറത്തു കൊണ്ടുവരണം. അതിനർത്ഥം സെക്യുലർ മേഖലയിൽ ഇങ്ങനെ പോകണമെന്നായിരുന്നു. പ്രിയ ദൈവമക്കളെ, എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ട് അപ്പനെതിരെയായി ഞാൻ പുറത്തു പോയാൽ എനിക്ക് ഒരുപാട് നന്മ കിട്ടുമായിരിക്കും. പക്ഷെ നിത്യജീവൻ കിട്ടുമോ? ഹല്ലേലൂയ. നിത്യജീവൻ കിട്ടാൻ ഞാൻ പോകേണ്ട വഴി യേശു എന്ന വഴിയിലാണ്. ഇന്ന് പകൽക്കാലം ഞാനിത് പറയുമ്പോൾ എനിക്കേറെ സന്തോഷമുണ്ട്. മറ്റൊരുവിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. ഈ വണ്ടിത്തടം ദേശത്തുള്ള നിവാസികളെ ഒരു നാൾ കർത്താവ് വരും. നമ്മളെപ്പോലുള്ള ഒരുപാട് പേർ വെള്ളയും ഷട്ടൊക്കെ ഇട്ട് ദേശത്തൊക്കെ കടന്നുപോയി. യേശു വരുമെന്ന് കേൾക്കുന്ന കുറേ നാളായി നിങ്ങൾ കേൾക്കുന്നു പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് തന്നെ തോന്നാം ഇതൊക്കെ എന്ന് സംഭവിക്കാനാ. പക്ഷെ സത്യമാണ്, കർത്താവ് വരും. ആമേൻ. നിനക്കാത്ത നാഴികയിലും മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അടുത്തൊരു വാക്യം ഇങ്ങനെയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞങ്ങൾ അനുഭവിച്ച ആ സമാധാനം, ഞങ്ങൾ അനുഭവിച്ച ആ രക്ഷ, അതാണ് ഈ ദേശത്തോട് ഇന്നും ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ കുഴിയരികിൽ മാത്രമേ വരാൻ കഴിയത്തുള്ളൂ. എന്നാൽ ആ കല്ലറയ്ക്ക് അപ്പുറം വന്ന് രക്ഷിപ്പാൻ ഒരേ ഒരു ജീവനുള്ള ദൈവം മാത്രമേ ഇന്ന് ഈ ഭൂമിയിലുള്ളൂ. അത് നസ്രയനായ യേശുക്രിസ്തു മാത്രമാണ്. ആമേൻ. ഉറച്ചു പറയാനുള്ള കാരണം ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ പഠിച്ചത് 5 വർഷത്തോളം തബലയായിരുന്നു. എന്നാൽ തബല വായിക്കുന്നതിൽ എനിക്ക് കൈ വല്ലാതെ വേർക്കുമായിരുന്നു. വെള്ളം വേർക്കുന്നൊക്കെ പറഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് കയ്യിൽ നിന്ന് വരുന്നത്. എങ്ങനെ ശ്രമിച്ചിട്ടും വായിക്കാൻ പറ്റുന്നില്ല. വായിക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 5 വർഷം വളരെ മനോഹരമായി പഠിച്ച എനിക്ക് ഒരു ദിവസം പോലും കൺവെൻഷൻ വേദിയിലൊന്നും വായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ പാസ്റ്ററുടെ ബിജു പാസ്റ്റർ, അദ്ദേഹം ഇന്ന് പൂഴാട് സഭയിൽ ശുശ്രൂഷിക്കുന്നു. അദ്ദേഹത്തെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു കൺവെൻഷനിൽ വായിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറിയിരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. കൈ നിറയെ വെള്ളം വന്ന് എനിക്ക് തബല വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിരാശയോട് സങ്കടത്തോട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. എന്നാൽ അതിൽ കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞതുപോലെ ദൈവം എൻ്റെ കയ്യിൽ ഇതിലേൽപ്പിച്ചു. ഇതിനകത്തൊരു സത്യം ഞാൻ ഓർക്കുന്നു. എന്താണെന്നറിയാമോ? ഇന്ന് ഈ ഫ്ലൂട്ട് വായിക്കുമ്പോൾ ഈ ഇടയായി ഫ്ലൂട്ടിന് കണ്ടുപിടിച്ച് ചെറിയൊരു ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഫ്ലൂട്ടിനകത്ത് വെള്ളം വീണാൽ അത് ക്ലാരിറ്റി കൂടുമെന്ന് ചിലർ പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് വായിക്കുമ്പോൾ എൻ്റെ കൈകളിൽ എന്നും വേർപ്പാണ്. വെള്ളം വീണെന്ന് മാത്രമല്ല, അതിൽ നിന്നൊരു പ്രത്യേക ടോൺ, ഒരു ക്ലാരിറ്റി ടോൺ പുറത്തു വരുന്നുവെന്ന് ഞാൻ അറിയാത്തിരുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. എൻ്റെ കുറവുകളെ നന്മയാക്കിയൊരു ദൈവം. ഹല്ലേലൂയ.
കൈവേർപ്പ് കൊണ്ട് അവിടെ കൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ബലഹീനതയെ, എൻ്റെ രോഗത്തെ നന്മയാക്കിയൊരു ദൈവം. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ ഫ്ലൂട്ട് വായനേക്കാളും എൻ്റെ ദാസൻ പറഞ്ഞൊരു ഫ്ലൂട്ടിസ്റ്റ് എന്ന് പേര് കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമുള്ള വ്യക്തിയല്ല ഞാൻ ഒരുപാട് ദേശങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങൾ കൊച്ചു ടീമുകളുണ്ട്. കോവിഡിന് മുമ്പൊക്കെ ഞങ്ങൾ മുറ്റത്തോറും കടന്നുപോയി. ഈ ഫ്ലൂട്ട് വായിക്കാറാണെന്നൊന്നും വായിക്കാൻ തെറ്റാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇന്നും പറയും, യേശുവിന് വേണ്ടി തെറ്റ് വായിച്ചാൽ അതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പരാജയമാണ് നിങ്ങളുടെ മുന്നിൽ കർത്താവിനെ സ്വീകരിച്ചു കൊണ്ട് വന്നെങ്കിൽ ഓർത്തുകൊള്ളുക, ഒരു നാൾ ദൈവം നിങ്ങളെ വിജയത്തിലെത്തിക്കുന്ന നാളുകളുണ്ട്. അതിന്റെ സാക്ഷിയാണ് ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദേശത്തോട് കർത്താവിന്റെ സുവിശേഷം പറയുവാൻ ദൈവയുടെ കൃപകൾക്കായി സ്തോത്രം. അതിനെനിക്ക് അവസരം തന്നത് പ്രിയ അനീഷ് പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞതുപോലെ യാതൊരു ബന്ധവും അദ്ദേഹം എനിക്ക് എതിറ്റില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാനുള്ളത്. ഞാൻ ഒരു വാക്യം കൂടി പറയാം. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കിയാതെ പോയാൽ ഹല്ലേലൂയ നാം എങ്ങനെ തെറ്റി ഒഴിയും? ഇത്ര വലിയ രക്ഷ ഇവിടെ ഇരിക്കുന്നവർ ഉൾപ്പെടെ ഈ പട്ടണത്തിലുള്ളവർ സകലവരെയും നോക്കി പറയുന്നു, ഈ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? അന്ന് ഹല്ലേലൂയ ദൈവത്തോട് വിരൽ ചൂണ്ടാ പോലും നിനക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ഇപ്പോളാകുന്ന സുപ്രഭാത കാലം, ഇപ്പോളാകുന്ന രക്ഷാ ദിവസം. കർത്താവിനെ ഓർത്തുകൊള്ളുക. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഒരു 1-2 വരി മാത്രം സമയം പതിയുന്നതുകൊണ്ട് ഞാൻ വായിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നിങ്ങളുടെ ഹല്ലേലൂയ അന്തരങ്ങൾ കർത്താവിൽ ഏൽപ്പിച്ച് കണ്ണുകളെ അടച്ച് ഈ ഗാനത്തോട് ചേർന്ന് പാടാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവസൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ പാടുന്ന പാട്ട് എങ്ങനെയാണ്? യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹാമോടതൻ കരങ്ങൾ തീട്ടി. ഹല്ലേലൂയ. വണ്ടിത്തടം ദേശമേ, യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായി ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇന്ന് ഞാൻ കുടുംബമായാണ് ഇവിടെ വന്നത്. ഞാൻ പറയാനൊരു വാക്ക് വിട്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ടവൾ ഇവിടെ ഉണ്ട്. നീതുവാണ് അവളുടെ പേര്. അവൾക്കും ഒരു ജീവിത സാക്ഷ്യമുണ്ട്. ഇന്നേക്ക് 15 വർഷങ്ങൾക്ക് മുൻപ് ക്യാൻസർ രോഗിയായിരുന്ന RCCയിൽ ഏറ്റവും അവസാന സ്റ്റേജിൽ നിന്ന് കർത്താവ് അവളെ സൗഖ്യമാക്കി. എൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ എല്ലാ കാലഘട്ടങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവളാണ്. ഞാനും കുടുംബമായെന്ന് ഞാൻ ഇവിടെ ദേശത്ത് കടന്നു വന്നത് നിങ്ങൾ എന്നെയും എൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അവസരം തന്ന പ്രിയ ദൈവദാസനോടുള്ള നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നല്ല സാക്ഷ്യത്തിനായി കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാവോ? അവൻ ശക്തിയോടെ മഹത്വം കൊടുക്കാവോ? അവർ കുടുംബമായി 2 തരത്തിൽ